ഹലോ ഗൈസ്, എന്നതാ പരിപാടീസ്. അപ്പം നമ്മുടെ മെയിൻ കണ്ടന്റ് തുടങ്ങുന്നതിന് മുന്നേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ട് ആകെ ഒരാഴ്ച ആയിട്ടുള്ളൂ. ഈ ഒരാഴ്ചക്കുള്ളിൽ എനിക്ക് നിങ്ങൾ തന്നൊരു സ്വീകാര്യത അത് ചെറിയൊരു പരിപാടിയല്ല. എന്നെ സംബന്ധിച്ച് അത് വളരെ വളരെ വലുതാണ്. മെയിനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മ്യൂസിക് പ്രൊഡക്ഷൻ ചാനൽ തുടങ്ങാൻ ഇത്രത്തോളം ഒരു ആകെ ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അറൗണ്ട് ഒരു 350 വല്ല സംതിങ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവത്തുള്ളായിരിക്കും. ബട്ട് എന്നെ സംബന്ധിച്ച് ഇത് വലിയൊരു കാര്യമാണ്. കാരണം നിങ്ങളുടെ ഓരോ കമൻറ്റ്, നിങ്ങളുടെ ഓരോ ലൈക്ക്, നിങ്ങളുടെ ഓരോ സബ്സ്ക്രിപ്ഷനും അത് നിങ്ങൾ റിയൽ ഹിപ്പ് ഹോപ്പിനെ എത്രത്തോളം നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതിനാണ് അതിൻ്റെ അർത്ഥം. ഇത് നിങ്ങൾ ഞാൻ ചെയ്യുന്ന ബീറ്റ്സിനെ ഇഷ്ടപ്പെടുന്നതിനേക്കാൾ അല്ലെങ്കിൽ എൻ്റെ ഒരു ഈ പറയുന്ന കണ്ടന്റ്സിനെ ഇഷ്ടപ്പെടുന്നതിനപ്പുറത്ത് നിങ്ങൾ ഹിപ്പ് ഹോപ്പിനെ അത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ടെന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾ തരുന്ന ഈ ഊർജ്ജമാണ് നാളെ എല്ലാ പുതിയ പുതിയ കണ്ടന്റുകൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള എൻ്റെ പ്രചോദനം. നിങ്ങൾ വന്ന് കമന്റ് ബോക്സിൽ പറയുന്ന കാര്യങ്ങൾ അത് ഒരു പുതിയൊരു യൂട്യൂബർ എന്നുള്ള നിലയിൽ അത് വളരെ വളരെ അത് ഭയങ്കര എന്താ പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്ന കണക്ക് നല്ല നല്ല ഫയറാണ് ഉള്ളിൽ വരുന്നത്, മനസ്സിലായില്ലേ? ആൻഡ് ഐ എം സോ ഹാപ്പി ദാറ്റ് കേരളത്തിൽ ഇത്രത്തോളം ആൾക്കാർ ഹിപ്പ് ഹോപ്പിനെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയുമ്പോൾ I'm so happy. I'm glad that I'm doing this thing. Thank you so much for supporting me, supporting the hip hop scene. ഇത് ഞാൻ ഒരിക്കലും എൻ്റെ മാത്രമായിട്ടുള്ളൊരു താങ്ക്സ് ഗിവിങ് അല്ല ഇത് എന്നെ സംബന്ധിച്ച് ഞങ്ങൾ ഒരു ഹിപ്പ് ഹോപ്പ് അണ്ടർഗ്രൗണ്ട് സീനിൽ നിൽക്കുന്ന ആൾക്കാരാണ്. ഞാനൊക്കെ ഒരു 7-8 കൊല്ലമായിട്ട് ഹിപ്പ് ഹോപ്പ് സീനിൽ തന്നെ പ്രോപ്പറായി നിൽക്കുന്ന ആൾക്കാരാണ്. ബാറ്റിൽസും സൈഫേഴ്സും ഒക്കെ അറ്റൻഡ് ചെയ്തും കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരാണ്. കോട്ടയത്ത് നിന്നും ഗേറ്റ് ടൗൺ ഗ്യാങ് റെപ്രസെൻറ്റിങ് ഞങ്ങൾ നിൽക്കുന്നതാണ്. അപ്പോൾ ഞങ്ങൾ പിള്ളേരെല്ലാവരും ഈ കാര്യത്തിൽ ഞങ്ങൾ ഈ കമൻസും പരിപാടികളെല്ലാം കാണുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷമുണ്ട്. നാളെ എല്ലാവരുടെ മുന്നിലേക്ക് നോളജ്, പ്യുവറായിട്ടുള്ള നോളജ് ഹിപ്പ് ഹോപ്പിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സാധിക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ എൻ്റെ വീഡിയോസിലൂടെ എനിക്ക് അത് കൂടുതൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സോ കീപ് സപ്പോർട്ടിങ് ആൻഡ് ലെറ്റ്സ് ഗോ. നമുക്ക് ഇന്നത്തെ ബീറ്റിലേക്ക് പോവാം. സോ ഇന്നത്തെ ബീറ്റ് ഒരു ബാങ്ങർ സാധനമാണ്. ഓക്കെ, ബാങ്ങർ എന്ന് പറഞ്ഞാൽ ചുമ്മാ ബാങ്ങറില്ല, ചെറിയ ബാങ്ങറില്ല, ഇതൊരു വലിയ ബാങ്ങറാണ്. ഓക്കെ, ഷൗട്ട് ഔട്ട് ടു ഡബിൾ എ കെ എന്ന ആർട്ടിസ്റ്റിനെ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നേരെ പോവുക, സ്പോട്ടിഫൈ ഡബിൾ എ കെ എന്ന് അടിക്കുക, നേരെ കാണുക ആളെന്താണ് എഴുതി വെച്ചേക്കുന്ന, ആളെന്താണ് എഴുതി വെച്ചേക്കുന്നത് പാടിയേക്കുന്നത് എന്നുള്ളത് കേൾക്കുക. ഈസ് എ ലിറിക്കൽ ജീനിയസ്. ഹീസ് ഓൾ ഫ്രം ദ KTG. ഓക്കെ, ഡബിൾ എ കെക്ക് വേണ്ടിയിട്ടാണ് ഈ ബീറ്റ് ചെയ്യുന്നത്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ബീറ്റാണ്. ഇത് ഏത് കുഞ്ഞിന് വേണമെങ്കിലും ഇങ്ങനത്തെ ടൈപ്പ് ബീറ്റ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. വളരെ സിമ്പിളാണ്. അപ്പോൾ ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത്ര ദിവസം ചെയ്ത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളതൊക്കെ എത്രത്തോളം ഹാർഡെന്ന് പറഞ്ഞാലും ഇത്രത്തോളം ഹാർഡായിരിക്കത്തില്ല. ആൻഡ് ഇത് കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റേ ഇതിനേക്കാളും പിന്നെ എന്തെങ്കിലുമൊക്കെ കുറച്ചും കൂടെ ഒരു പാടുണ്ടെന്ന് തോന്നും. പക്ഷെ സ്റ്റിൽ അതിൻ്റെ മേളിൽ ടോപ്പിൽ വെക്കാൻ പറ്റുന്ന ഒരു ബീറ്റ് എന്ന് ഞാൻ പറയും. കാരണം ഇത് അത്രത്തോളം ഹാർഡാണ് ഈ ബീറ്റ്. അപ്പോൾ നമുക്ക് ഈ ബീറ്റ് ആദ്യം ഡ്രംസിൽ തുടങ്ങാം. ഡ്രംസിൽ തുടങ്ങുമെന്ന് പറയുമ്പോൾ അറിയാലോ, ലെറ്റ്സ് സ്റ്റാർട്ട് ഫ്രം ദ ഹൈ ഹാറ്റ്. അപ്പോൾ നമ്മൾ 170 BPM വളരെ സിമ്പിളായ ഒരു ഹൈ ഹാറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ചെറിയ നൈസ് ആയിട്ടുള്ള ഹൈ ഹാറ്റ് റോൾസ് ആണ് നമ്മൾ കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ക്ലാപ്പിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ക്ലാപ്പും കൊടുത്തു. വളരെ സിമ്പിളായ ക്ലാപ്പാണ് നമ്മൾ കൊടുത്തത്. ഇനി നമുക്ക് 8 വരെ കൊടുക്കാം. അപ്പോൾ നമ്മൾ 8 വരെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ യൂഷ്വലി ഇത്ര ദിവസം കൊടുത്തിട്ടുള്ള 8 വരെക്കാളും ഭയങ്കര ഹാർഡായിട്ടുള്ള 8 ആണിത്. അപ്പോൾ നമ്മൾ ഈ ബീറ്റിനകത്ത് നമ്മൾ ഒരു പെർക്കഷൻ നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. ഇതിനകത്ത് നമുക്ക് ആകെ നമ്മൾ ഈ ഡ്രംസിൽ യൂസ് ചെയ്തിട്ടുള്ളത് ഹൈ ഹാറ്റും ക്ലാപ്പും 8 മാത്രമാണ്. നോട്ട് ഈവൻ കിക്ക് പോലും നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ മൂവിങ് ഓൺ, നമുക്ക് നേരെ കോഡ്സിലോട്ട് പോകാം. അപ്പോൾ കോഴ്സ് തുടങ്ങുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞോട്ടെ, ഈസ് നോട്ട് അറ്റ് ഓൾ ദ കൺവെൻഷണൽ വേ ഓഫ് മേക്കിംഗ് എ മ്യൂസിക്, വിച്ച് മീൻസ് ലൈക്ക് എന്നാ കോഡ്സ് നമ്മൾ അങ്ങനെ ഒരു C മൈനറെന്നോ അല്ലെങ്കിൽ A മൈനറെന്നോ അല്ലെങ്കിൽ മേജറെന്നോ ഒരു പരിപാടി ഇല്ലാതെ നമ്മൾ ചെയ്യാൻ പോകുന്ന വളരെ സിമ്പിളായുള്ളൊരു കോഡാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ അത് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യാം. മ്യൂസിക്കാണ്, നമുക്കൊരിക്കലും ഇന്നത് ചെയ്യാൻ പാടുള്ളൂ അല്ല ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു പരിപാടിയില്ല. സാധനം കൊള്ളാവോ, കേൾക്കാൻ രസമുണ്ടോ, അടിപൊളിയാണോ, നമ്മൾ ഉദ്ദേശിക്കുന്ന വൈബ് കിട്ടുന്നുണ്ടോ, അത് സെറ്റാ. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് നോക്കാം.
നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും, വളരെ പാടുള്ള ഒരു കോഡാണിത്. അപ്പോൾ സിയിൽ നമ്മൾ വെറുതെ ജസ്റ്റ് വരച്ചു വിട്ടേക്കുവാണ്, അല്ല നമ്മൾ വേറൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ മൂവിങ് ഓൺ, അടുത്ത സാധനം നമുക്ക് പിടിക്കാം. അപ്പൊ നമ്മൾ അടുത്ത് കൊടുത്ത ബ്രാസ് ആണ്. സെയിം ടെക്നിക്, പക്ഷെ നമ്മൾ നീട്ടി വലിച്ചു വിട്ടില്ല. നമ്മൾ 4 എണ്ണമായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ മൂവിങ് ഓൺ, അടുത്ത് നമുക്ക് കൊടുക്കാം. അപ്പൊ നമ്മൾ അടുത്ത കൊടുത്തൊരു ബ്രാസ് തന്നെയാണ്. അത് നമ്മൾക്കൊന്ന് ആദ്യത്തെ കോഡ് നമ്മൾ എയിലാണ്, എ ഷാർപ്പിലാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. അത് നമ്മളൊന്ന് സസ്റ്റെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അടുത്തൊരു മെയിൻ മെലഡി എന്ന് പറയത്തക്കതായ ഒരു ഐറ്റം നമുക്ക് ഉണ്ടാക്കണം. അതും ഞാൻ കൊടുക്കാൻ പോകുന്ന ബ്രാസിൽ തന്നെയാണ് കൊടുക്കാൻ പോകുന്നത്. അതെന്തായാലും നമ്മൾ ഒന്ന് കോഡ്സ് യൂസ് ചെയ്ത് കുറച്ചൊന്ന് കോഡ്സ് മേലോട്ടും ഒക്കെ നമ്മൾ വരച്ച് പിടിച്ച് സംഭവം ഒന്ന് സെറ്റപ്പ് ആക്കി എടുക്കണം. അപ്പോൾ കുറച്ച് ഒന്ന് ബോഡി നമുക്ക് ഫീൽ ചെയ്യും. സോ നമുക്ക് ഇനി മെലഡി മാത്രം എങ്ങനെ ഉണ്ടെന്നുള്ളത് കേട്ട് നോക്കാം. സോ ബിഗ് ഷൗട്ട് ഔട്ട് ടു ഡബിൾ AK. നമുക്ക് ഈ ഫുൾ ബീറ്റ് എങ്ങനെ ഉണ്ടെന്നുള്ളത് കേട്ട് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ സൈഡിലുള്ള ബെല്ലൈക്കൺ കൂടെ ഞെക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എല്ലാ തവണയും വീഡിയോ ഇടുമ്പോൾ കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.